ശിവകുമാർ ചേരുന്നു. ഷിബു, മുദ്രാവാക്യ വിളികൾ ഉച്ചസ്ഥായിയിലായിരിക്കുന്നു. 14 മിനിറ്റ് കൂടി മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ കെ എം മാണി നിയമസഭയിലെത്താൻ ബാക്കിയുള്ളത്. എന്താണ് പ്രതിപക്ഷത്തിന്റെ പരിപാടി? വിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും അനുവദിക്കില്ല എന്ന മട്ടിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം പദ്ധതിയിട്ടിരിക്കുന്നത്. നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് വരുന്ന കെ എം മാണിയുടെ ബജറ്റ് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ബജറ്റ് പ്രസംഗം നടത്താൻ അനുവദിക്കാതിരിക്കുക, അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികളും എടുക്കുക, ഏതു സാഹചര്യമാണോ ആ സാഹചര്യത്തിനനുസരിച്ച് അതിശക്തമായി പ്രതിഷേധിക്കുക എന്ന നിലയിലാണ് നേതൃത്വം ഇടത് MLA-മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ സഭാ തലത്തിൽ കാണുന്നത്. വനിതാ MLA-മാരെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ രീതിക്കാണ് പ്രതിപക്ഷം രൂപം നൽകിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ MLA-മാരെല്ലാം ഇരിക്കുന്ന ആ രീതി വെച്ച് കാണുമ്പോൾ മനസ്സിലാവും. 6 വനിതാ MLA-മാരും കെ എം മാണിയുടെ ഇരിപ്പിടത്തിനോട് ചേർന്നിരുന്ന് അതിശക്തമായ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരിപ്പിടത്തിൽ തന്നെയാണ് പ്രധാന നേതാക്കൾ ഒഴികെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ഒഴികെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇരിപ്പിടത്തിലുണ്ട്. കെ എം മാണി വരാറായി എന്ന് തോന്നൽ വരുമ്പോൾ തന്നെ മുദ്രാവാക്യം വിളികൾ കൂടുതൽ ഉച്ചത്തിലായിട്ടുണ്ട്. ഏത് വിധേനയും കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തുക, ഒരുപക്ഷെ ബജറ്റ് പ്രസംഗം പിടിച്ചു വാങ്ങുന്ന തരത്തിലുള്ള അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്താവുന്ന നടപടികളിലേക്ക് വരെ പോകാം. ഈ സാഹചര്യത്തിൽ ഒരു ബജറ്റ് പ്രസംഗം പൂർണ്ണമായി പൂർത്തിയാക്കാൻ കെ എം മാണിക്ക് സാധ്യമല്ല. സാങ്കേതികമായി നിയമസഭയ്ക്കുള്ളിൽ എത്തുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയ്ക്ക് ഉള്ളിൽ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. കെ എം മാണി നിയമസഭയ്ക്കുള്ളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു. മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ നിന്ന് കെ എം മാണി വരുമെന്ന് കരുതുന്ന വാതിലിനടുത്തേക്ക് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം മന്ത്രിമാരും ഭരണപക്ഷവും അവരെ തടയാനും തയ്യാറായി നിൽക്കുന്നു. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കേരള നിയമസഭയുടെ ഹാൾ പോവുകയാണ്. കെ എം മാണി നിയമസഭയിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ MLA-മാർ എഴുന്നേറ്റു കഴിഞ്ഞു നടുത്തളത്തിൽ നിന്ന്. ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിനും തയ്യാറായി നിൽക്കുകയാണ് പ്രതിപക്ഷം. നേരിടാൻ ഭരണപക്ഷവും തയ്യാറായി കഴിഞ്ഞു. കെ എം മാണി അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് കരുതുന്നത്. സ്പീക്കറുടെ ചേംബറിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ഇരച്ചു കയറിയിരിക്കുന്നു. പ്രതിഷേധം എല്ലാ അതിരുകളും കടക്കുകയാണ്. സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയിരിക്കുന്നു പ്രതിപക്ഷം. ശിവകുമാർ ചേരുന്നു. ഷിബു, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വിനു, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുതിയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഡയസിലേക്ക് വന്നിരിക്കുന്നു. അതായത് സ്പീക്കർ കടന്നു വരുന്ന വഴിയിൽ പ്രതിപക്ഷ MLA-മാർ ഇപ്പോൾ ഉപരോധം തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം. കെ എം മാണി കടന്നു വരുന്ന വഴിയിൽ പ്രതിപക്ഷ MLA-മാർ ഉള്ളതുപോലെ മറ്റൊരു കൂട്ടം MLA-മാർ സ്പീക്കർ കടന്നു വരുന്ന വഴിയിൽ ഇപ്പോൾ ഉപരോധം തീർത്തിരിക്കുന്നു. തീർച്ചയായിട്ടും വാച്ച് ആൻഡ് വാർഡിന് ഇടപെടേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാണി വരുന്ന വഴിയിലും പ്രതിപക്ഷം ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്പീക്കർക്ക് ഡയസിലേക്ക് കടന്നു വരാൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. 9 മണിക്കാണ് ബജറ്റ് അവതരണം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്പീക്കർക്ക് സഭയിലേക്ക് എത്തി സഭാ നടപടികൾ ക്രമീകരിക്കേണ്ടതുണ്ട്. സ്പീക്കർ സാധാരണഗതിയിൽ വരുന്ന വഴിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ MLA-മാർ ഉപരോധം തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിയമസഭയിൽ പ്രതിഷേധം കത്തുകയാണ്. ഇപ്പോൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയിരിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങളിൽ ഒരു വിഭാഗം. സ്പീക്കർക്ക് അവിടേക്ക് കടന്നു വരാനുള്ള വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു വിഭാഗം കെ എം മാണിയെ തടയാൻ തയ്യാറായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ MLA-മാരാണ് മുൻനിരയിൽ. കെ എം മാണിയെ തടയാനുള്ള സംഘത്തിന്റെ മുൻനിരയിൽ വനിതാ MLA-മാരാണ്. അവരെ എല്ലാം നേരിടാൻ തയ്യാറായി ഭരണപക്ഷ MLA-മാരും തയ്യാറായി നിൽക്കുന്നു. സംഘർഷത്തിലേക്ക് നിയമസഭയുടെ അകം മാറുകയാണ്. നിയമസഭയ്ക്ക് പുറത്തുള്ള സമരം പോലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം തുടങ്ങിക്കഴിഞ്ഞു. സ്പീക്കറെ തടയുന്ന രീതിയിലേക്ക് ഇപ്പോൾ കെ എം മാണി കടന്നു വരികയാണ്. നിയമസഭയ്ക്കുള്ളിലേക്ക് കെ എം മാണി വാച്ച് ആൻഡ് വാർഡിന്റെ വലയത്തിൽ ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരണത്തിനായി നിയമസഭയുടെ ഉള്ളിലേക്ക് വരികയാണ്. കെ എം മാണിയെ തടയുകയാണ് പ്രതിപക്ഷ MLA-മാർ. കെ എം മാണി വാച്ച് ആൻഡ് വാർഡ്
പ്രതിപക്ഷം വാച്ചാൻപാട് ബലം പ്രയോഗിച്ച കെ എം മാണിയെ അകത്ത് പ്രവേശിപ്പിക്കാൻ നോക്കുന്നു. സ്പീക്കറുടെ വഴി തടഞ്ഞുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ, കെ എം മാണിയുടെ വഴി തടഞ്ഞുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ. കെ എം മാണി പുറത്തേക്ക് പോയി. കെ എം മാണിക്ക് നിയമസഭയ്ക്കുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. വാച്ചാൻപാടിന്റെ വലയത്തിൽ നിയമസഭയിൽ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച കെ എം മാണിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാനായി നിയമസഭയ്ക്കുള്ളിലേക്ക് വരാൻ തുടങ്ങിയെങ്കിലും നടക്കുന്നില്ല. കെ എം മാണിക്ക് പുറത്തു പോകേണ്ടി വന്നു. കെ എം മാണി നിയമസഭയിൽ അംഗങ്ങൾ തമ്മിൽ, പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ പിടിവലി ഉണ്ടാകുന്നു. വനിതാ അംഗങ്ങളെ ഭരണപക്ഷത്തുള്ള MLA-മാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഗീതാ ഗോപി നിയമസഭയിൽ താഴെ വീണു. പിടിവലിക്കിടയിൽ ഗീതാ ഗോപി MLA താഴെ വീണു. കെ എം മാണിക്ക് തൽക്കാലം പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ബലം പ്രയോഗിച്ച് അകത്ത് കയറാനുള്ള, വാച്ചാൻപാടിന്റെ വലയത്തിൽ അകത്ത് കയറാനുള്ള കെ എം മാണിയുടെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. കെ എം മാണിക്ക് നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാനാവുന്നില്ല. വാച്ചാൻപാടിന്റെ മനുഷ്യ മതിലാണ് പ്രതിപക്ഷത്തെ തടയുന്നത്. പക്ഷേ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക്, കൂടുതൽ സംഘർഷത്തിലേക്ക് നിയമസഭ പോകുന്നു. വാച്ചാൻപാടിന് നേരെ ബലപ്രയോഗം. MA ബേബി, TV രാജേഷ് MLA എന്നിവർ മുൻനിരയിലുണ്ട്. കെ രാധാകൃഷ്ണനെയും കാണാം. MA ബേബിയാണ് മുതിർന്ന നേതാവ്. MA ബേബി തന്നെയാണ് വാച്ചാൻപാടിനെതിരെ ബലപ്രയോഗം നടത്തുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ബലപ്രയോഗത്തിന് നേതൃത്വം നൽകുന്നു. കെ എം മാണിക്ക് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു. സഭാ നടപടികൾ തുടങ്ങാനുള്ള ബെല്ല് മുടങ്ങിയിരിക്കുന്നു. പക്ഷേ സ്പീക്കർക്ക് വരാനാവുന്നില്ല. സ്പീക്കർക്ക് നിയമസഭയിലേക്ക് സ്പീക്കർ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഡയസിൽ കയറാതെ സ്പീക്കർ ഇറങ്ങിപ്പോയി. സ്പീക്കർ ശക്തന് ഡയസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കെ എം മാണിക്ക് നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ബജറ്റ് അവതരണത്തിന് കെ എം മാണിക്ക് വാച്ചാൻപാടിനെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരിക്കുന്നു പ്രതിപക്ഷ MLA-മാർ. സ്പീക്കറെ പോലും കെ എം മാണിക്ക് നിയമസഭയിൽ കടക്കാനായില്ല. കെ എം മാണി ഇറങ്ങിപ്പോയി. നിയമസഭാ സ്പീക്കർക്കും നിയമസഭയിൽ അദ്ദേഹത്തിന് ഡയസിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. രണ്ടുപേർക്കും പ്രതിപക്ഷ MLA-മാരുടെ പ്രതിഷേധത്തിൽ പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കെ എം മാണിക്ക് പുറത്തു പോകേണ്ടി വന്നു. നിയമസഭയ്ക്കുള്ളിലേക്ക് ബലം പ്രയോഗിച്ച് കടന്നു വരാനുള്ള നീക്കം പരാജയപ്പെട്ടു. സ്പീക്കറുടെ വഴിയും പ്രതിപക്ഷം തടഞ്ഞു. സ്പീക്കർക്കും ഡയസിലെത്താനായില്ല. സഭാ നടപടികൾ തുടങ്ങാനുള്ള ബെല്ല് മുഴങ്ങിയിട്ടും സ്പീക്കർക്ക് എത്താൻ കഴിഞ്ഞില്ല. സ്പീക്കർ പിൻവാങ്ങി. കെ എം മാണിയും തൽക്കാലം പിൻവാങ്ങിയിരിക്കുന്നു. ഇനി എന്താണെന്ന് കാത്തിരുന്ന് കാണാം. നിയമസഭയിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സമയത്തിന് ഇനി 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കെ എം മാണിക്ക് സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. വാച്ചാൻപാടിനെ മുതിർന്ന CPM നേതാക്കൾ തന്നെ, MLA-മാർ തന്നെ തള്ളി പുറത്താക്കുന്നു. സ്പീക്കർ അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് വീണ്ടും. ശിവകുമാർ ചേരുന്നു. ഷിബു, പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു? കൂടുതൽ വാച്ചാൻപാടിന്റെ സഹായത്തോടെ കെ എം മാണി സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. സ്പീക്കറും കൂടുതൽ വാച്ചാൻപാടിന്റെ സഹായത്തോടെ വേദിയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. അവരെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം തടയുന്നു. ഉദ്വേഗജനകമായ മിനിറ്റുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. നിയമസഭയ്ക്കുള്ളിൽ രണ്ടിടങ്ങളിൽ സംഘർഷം. നിയമസഭയ്ക്ക് പുറത്തും സ്ഥിതിഗതികൾ വഷളാവുകയാണ്. നിയമസഭയ്ക്ക് പുറത്തും സംഘർഷം ഉണ്ടാവുകയാണ്. സ്പീക്കറുടെ കസേര മാറ്റുന്നു. സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന് കേരള നിയമസഭ വേദിയാവുകയാണ്. സ്പീക്കറുടെ കസേര മറിച്ചിട്ടിരിക്കുന്നു. സ്പീക്കറുടെ കസേര ഡയസിൽ നിന്ന് പുറത്തേക്കിട്ടു. സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന് കേരള നിയമസഭ വേദിയാവുകയാണ്. സഭയിൽ കലാപം, സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിയമസഭയ്ക്കുള്ളിൽ കലാപം എന്ന് പറയാവുന്ന സാഹചര്യം തന്നെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. സ്പീക്കറെ തടഞ്ഞുവെന്ന് മാത്രമല്ല,
സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞു. സഭയിൽ കയ്യാങ്കളി. കേരള നിയമസഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്പീക്കറുടെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു, സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞു. കെ എം മാണിയെ തള്ളി സഭയ്ക്ക് പുറത്താക്കി. നിയമസഭയ്ക്ക് പുറത്തും സംഘർഷം. നിയമസഭയ്ക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്പീക്കറുടെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു, സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞു. കെ എം മാണിയെ തള്ളി പുറത്താക്കി. സ്പീക്കർക്ക് കടന്നു വരാനുള്ള അവസരവും ഒഴിവാക്കി. 13-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഇനി നടക്കുമോ എന്ന് ഒരു രീതിയിലും അറിയില്ല. എന്തായാലും സ്പീക്കർക്ക് കടന്നു വരാനായിട്ടില്ല. 9 മണി അടുക്കുന്നു. സ്പീക്കറുടെ കസേര തന്നെ തള്ളി മറിച്ചിട്ടിരിക്കുന്നു. സ്പീക്കറുടെ കമ്പ്യൂട്ടർ എടുത്തെറിഞ്ഞു. കെ എം മാണി 2 വട്ടം നിയമസഭയിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും വാച്ചാൻവാടിന്റെ സഹായത്തോടെ കടക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. നിയമസഭയ്ക്ക് പുറത്തും സംഘർഷമാണ്. തൽക്കാലം ഞങ്ങൾ ഈ ദൃശ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടാണ്. സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധമാണ്. കാര്യങ്ങൾ സഭയ്ക്ക് പുറത്തും കൈവിട്ടു പോവുകയാണ്. 9 മണിക്ക് ഇനി ഏതാണ്ട് 2 മിനിറ്റ് മാത്രം. വീണ്ടും വാച്ചാൻവാട് കസേര കൊണ്ടുപോയി സ്പീക്കർ ശക്തൻ നിയമസഭയിൽ വാച്ചാൻവാടിന്റെ സഹായത്തോടെ എത്തിക്കഴിഞ്ഞു. വാച്ചാൻവാടിന്റെ സഹായത്തോടെ സ്പീക്കർ എത്തിക്കഴിഞ്ഞു. കസേര വാച്ചാൻവാട് തിരിച്ചുകൊണ്ടിട്ടു. സഭ തുടങ്ങാനുള്ള ഏത് വിധേയനെയും തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഭരണപക്ഷം. കെ എം മാണിക്ക് ഇതുവരെ അകത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. വാച്ചാൻവാടിനോട് കയ്യാങ്കളി തന്നെയാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലും കയ്യാങ്കളിയിലേക്ക് നീങ്ങി. കെ എം മാണി എത്തുന്നു. കെ എം മാണി നിയമസഭയ്ക്കുള്ളിൽ. കെ എം മാണി നിയമസഭയ്ക്കുള്ളിൽ എത്തിയിരിക്കുന്നു. സ്പീക്കർ ശക്തനും എത്തിയിരിക്കുന്നു. സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ. കെ എം മാണി നിയമസഭയ്ക്കുള്ളിൽ എത്തിയിരിക്കുന്നു. പിന്നിലെ പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ സാധാരണ കടന്നു വരാറുള്ള വാതിലായിരിക്കുമ്പോൾ പിന്നിലെ വാതിലിലൂടെ ഭരണപക്ഷം കെ എം മാണിയെ നിയമസഭയ്ക്കുള്ളിൽ എത്തിച്ചു. കെ എം മാണി ധനമന്ത്രി നിയമസഭയ്ക്കുള്ളിലെത്തിയിരിക്കുന്നു. സ്പീക്കറുടെ കസേര വലിച്ചു മാറ്റിയിട്ടും വാച്ചാൻവാട് തിരിച്ചുകൊണ്ടിട്ട് സ്പീക്കറും സഭയിലെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കെ എം മാണിയുടെ ശരീരത്തിൽ തന്നെ മൈക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്. കെ എം മാണിയുടെ ശരീരത്തിൽ തന്നെ ഒരു മൈക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതികമായി കെ എം മാണിക്ക് ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയാനാവും. പ്രതിപക്ഷത്തെ നേരിടാനുള്ള വലിയ തന്ത്രങ്ങളാണ് ഭരണപക്ഷത്ത് നിന്ന്. ശരീരത്തിൽ മൈക്ക് ഘടിപ്പിച്ച് കെ എം മാണി പിന്നിലെ വാതിലിലൂടെ നിയമസഭയ്ക്കുള്ളിലെത്തിയിരിക്കുന്നു. കെ എം മാണി സ്പീക്കർക്ക് ഇതുവരെ കടക്കാനായിട്ട് വാച്ചാൻവാടും കെ എം മാണിക്ക് വലയം ചേർത്ത് കഴിഞ്ഞു. സ്പീക്കർ സഭയ്ക്കുള്ളിൽ എത്തിയിട്ടില്ല. സ്പീക്കർ എത്തിയാൽ സാങ്കേതികമായി കെ എം മാണി 1-ാം നിരയിൽ നിന്ന് മാറി 3-ാം നിരയിലെ ഇരിപ്പിടത്തിലേക്ക്. കെ എം മാണി ബജറ്റ് പ്രസംഗമടങ്ങിയ പെട്ടി കയ്യിലുണ്ട്. 3-ാം നിരയിലേക്ക് 1-ാം നിരയിൽ നിന്ന് മാറിയിരിക്കുന്നു. 3-ാം നിരയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ കൂടുതൽ സുരക്ഷിതത്വത്തിലേക്ക്. ഭരണപക്ഷ അംഗങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. കെ എം മാണി നിയമസഭയിൽ എത്തിക്കാനായതിന്റെ ആഹ്ലാദം ഭരണപക്ഷ എംഎൽഎമാരെ മുദ്രാവാക്യ വിളികളിലൂടെ പ്രകടിപ്പിക്കുന്നു. അന്തരീക്ഷമാണ്. കെ എം മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ ചേംബറിൽ ഇരുന്നുകൊണ്ട് വേദിയിലേക്ക് കടന്നു വരാൻ കഴിയാത്തതുകൊണ്ട് ചേംബറിൽ നിന്ന് സ്പീക്കർ അനുമതി നൽകി. അവതരിപ്പിക്കുന്നു ഈ സർക്കാരിന്റെ അഞ്ചാമത്തെയും എന്റെ 13ാമത്തെയും ബജറ്റാണ്. മഹനീയമായി സഭയ്ക്ക് മുമ്പാകെ ഞാൻ അവതരിപ്പിച്ച കഴിഞ്ഞ 4 ബജറ്റുകളിലും വികസന പ്രവർത്തനങ്ങൾ ദുർബലമാക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ
സാമൂഹിക പ്രവർത്തനത്തെക്കാളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളം കൈവരിച്ച ഈ നേട്ടം കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആദ്യമായി കേരളം കാർഷിക അനുബന്ധ മേഖലകളിൽ വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്കുള്ള കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ കേരളം നിങ്ങൾക്ക് കൂടുതൽ നികുതി വിഹിതം കൈമാറി എന്ന ന്യായം ചൂണ്ടിക്കാണിക്കും വിവിധ മേഖലകളിൽ വരുത്തിയ വെട്ടിച്ചുരക്കിനെ ന്യായീകരിക്കാനാണ് കേന്ദ്ര ബഡ്ജറ്റ് ശ്രമിക്കുന്നത്. ഇത് സത്യത്തെ ബോധപൂർവ്വം മൂടിവയ്ക്കലാണ്. 14ാം ധനകാര്യ കമ്മീഷൻ അവാർഡിന് ശേഷവും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ആകെ വിഹിതം മുൻകാലങ്ങളിലെ പോലെ 61-62% സ്ഥിരമായി തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചതിന് ഇത് ആനുപാതികമായി ഫണ്ടിന് വർധനവ് നൽകിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം ആകെയുള്ള കേന്ദ്ര നികുതിയുടെ 32-ൽ നിന്നും 50% വർദ്ധിപ്പിക്കണമെന്ന് നാം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മൊത്തം നികുതി കൈമാറ്റം 42% പരിമിതപ്പെടുത്തിക്കൊണ്ട് 14ാം ധനകാര്യ കമ്മീഷൻ നൽകിയ അവാർഡ് കേന്ദ്ര നികുതികളിലെ. എന്നാൽ ഈ കൈമാറ്റത്തോടൊപ്പം കേന്ദ്ര സർക്കാർ 8 കേന്ദ്രാവിഷ്കരണ പദ്ധതികൾ കേന്ദ്ര വിഹിതം തമ്മിൽ അനുവാദത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് കൂടുതൽ ആവശ്യമുള്ള പദ്ധതി, വ്യാപാര യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതി തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 14ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് ലഭിക്കുന്ന ഞാൻ ഈ ബഡ്ജറ്റ് സർ മേശപ്പുറത്ത് വയ്ക്കും. മുതൽ 2017-18 വരെയുള്ള ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റും സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റും ഞാൻ മേശപ്പുറത്ത് വയ്ക്കും. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ബജറ്റിന്റെ ആമുഖം വായിച്ച ശേഷം അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് കേരള നിയമസഭയിൽ അരങ്ങേറിയത്. KM മാണി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. സ്പീക്കർക്ക് സഭയിൽ എത്താനായില്ല. സ്പീക്കറുടെ വഴി പ്രതിപക്ഷം അടച്ചു. പക്ഷേ ചേംബറിൽ ഇരുന്നുകൊണ്ട് സ്പീക്കർ ബജറ്റ് അവതരിപ്പിക്കാൻ KM മാണിക്ക് അനുവാദം നൽകി. KM മാണി സ്വന്തം ശരീരത്തിൽ തന്നെ മൈക്ക് ഘടിപ്പിച്ചുകൊണ്ട് പിന്നിലെ വാതിലിലൂടെ നിയമസഭയ്ക്കുള്ളിലെത്തി ബജറ്റ് അവതരണം പൂർത്തിയാക്കി. ആ സ്ഥലത്തേക്ക് പ്രതിപക്ഷത്തെ കടന്നു വരാൻ അനുവദിക്കാതെ വാച്ച് ആൻഡ് വാർഡ് മതിൽ തീർത്തു.
വാച്ചാൻപാടുമായി പ്രതിപക്ഷം ഇപ്പോഴും സംഘർഷത്തിലാണ്. കെ.എം. മാണി 13ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. കേരള നിയമസഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംഘർഷങ്ങളാണ് നടക്കുന്നത്. സ്പീക്കർക്ക് സഭയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. സ്പീക്കർ ചേംബറിൽ ഇരുന്നു കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ കെ.എം. മാണിക്ക് നിർദ്ദേശം നൽകി. സീറ്റിലെത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ മൈക്ക് ഘടിപ്പിച്ചുകൊണ്ടാണ്, ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ചുകൊണ്ടാണ് കെ.എം. മാണി വന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും വാച്ചാൻപാടും തീർത്ത വലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചു. ഏതാനും വരികൾ വായിച്ച ശേഷം അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കുകയാണ്. 13ാമത്തെ ബജറ്റ് കെ.എം. മാണി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ സർക്കാരിന്റെ 5ാമത്തെ ബജറ്റ് നിയമസഭയിൽ വെച്ചു കഴിഞ്ഞു കെ.എം. മാണി. പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ശിവകുമാർ ചേരുന്നു. ഷിബു, ബജറ്റ് അവതരിപ്പിച്ചു. കെ.എം. മാണിക്കും ഭരണപക്ഷത്തിനും വിജയം അവകാശപ്പെടാവുന്നതാണോ? അതിനേക്കാൾ ഏറ്റവും പ്രധാനം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് ഇന്ന് അല്പം മുമ്പ് ഇപ്പോഴും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബജറ്റ് ഏറ്റവും ഒടുവിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് ബജറ്റ് പ്രസംഗം കെ.എം. മാണി പ്രതീക്ഷിച്ചതുപോലെ പൂർത്തിയാക്കിയില്ല. കുറച്ച് പ്രസംഗം നടത്തി. അദ്ദേഹത്തിന്റെ സാധാരണഗതിയിലുള്ള ഇരിപ്പിടത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സ്പീക്കർ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് എത്തി. മൈക്ക് പോലും ഉണ്ടായിരുന്നില്ല. ബജറ്റ് അവതരണം തുടങ്ങാം എന്ന നടപടികളിലേക്ക് ഒറ്റവാചകം പറഞ്ഞ് ബജറ്റ് അവതരണത്തിലേക്ക് കടക്കുകയായിരുന്നു ചെയ്തത്. സ്പീക്കറുടെ വശത്തുകൂടി സാധാരണഗതിയിൽ കെ.എം. മാണി നിയമസഭയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന വാതിലൂടെ കെ.എം. മാണിക്ക് 2 തവണ അതുവഴി കടക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് നിയമസഭയ്ക്കകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. വാച്ചാൻപാടിനെ പ്രതിപക്ഷാംഗങ്ങൾ ഇന്ത്യ പുറത്താക്കുന്ന നിലയുണ്ടായി. വലതു വശത്ത് സാധാരണഗതിയിൽ ഭരണപക്ഷ ബെഞ്ചിന്റെ പിൻഭാഗത്തു കൂടിയുള്ള കവാടത്തിലൂടെയാണ് കെ.എം. മാണി വാച്ചാൻപാട് തീർത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ കൂടി, അതോടൊപ്പം തന്നെ ഭരണപക്ഷാംഗങ്ങളുടെ സുരക്ഷാ വലയത്തിനകത്തുകൂടി കെ.എം. മാണി അകത്തേക്ക് പ്രവേശിച്ചതും അദ്ദേഹം 3ാം നിരയിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തത് സാങ്കേതികമായിട്ടുള്ളൊരു ബജറ്റ് അവതരണം എന്ന് പറയാം. ഭരണപക്ഷത്തിന് ബജറ്റ് അവതരിപ്പിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കാം. ഭരണപക്ഷത്തിന് അതിശക്തമായ പ്രതിഷേധം, കെ.എം. മാണിയെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിശക്തമായുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് അവകാശപ്പെടാം. സാധാരണഗതിയിൽ നിയമസഭയിൽ പാലിക്കേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങളുടെ അല്ലെങ്കിൽ നിയമസഭയിൽ പാലിക്കേണ്ട ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞു വച്ചിരിക്കുന്ന മര്യാദകളുടെ ഒന്നും അത് പരിപാലിച്ചുകൊണ്ടുള്ള ഒരു നിയമസഭാ ദിവസമല്ല ഇന്ന് എന്നാണ് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയുക. അത് നമ്മൾ നേരത്തെ കണ്ടതുമാണ്. സ്പീക്കർ ഉപരോധം തീർക്കുക എന്ന ശിവൻകുട്ടി എം.എൽ.എക്ക് ദേഹാസ്വാസ്ഥ്യം, അദ്ദേഹത്തെ ഇപ്പോൾ മേശപ്പുറത്ത് കിടത്തിയിരിക്കുന്നു. ശിവൻകുട്ടി എം.എൽ.എക്ക് ഈ പ്രതിഷേധത്തിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നു. ശിവൻകുട്ടി എം.എൽ.എക്ക് ഈ പ്രതിഷേധത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹത്തെ നിയമസഭയിൽ മേശപ്പുറത്ത് തന്നെ കിടത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ കലാപമായിരുന്നു എന്ന് തന്നെ പറയാം. 9 മണിക്ക് തൊട്ട് മുമ്പ് കെ.എം. മാണി നിയമസഭയിൽ എത്താൻ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം തടഞ്ഞു. സ്പീക്കർ നിയമസഭയിലേക്ക് എത്തുന്നത് പ്രതിപക്ഷം തടഞ്ഞു. ഒടുവിൽ മറ്റൊരു വാതിലിലൂടെ കെ.എം. മാണിയെ സഭയ്ക്കുള്ളിൽ എത്തിക്കുകയും 3ാം നിരയിൽ നിർത്തി പ്രസംഗിപ്പിക്കുകയുമായിരുന്നു. ബജറ്റ് അവതരണം നടക്കുന്നതിനിടെയും കൂടുതൽ സംഘർഷമുണ്ടായി. വനിതാ എം.എൽ.എമാരെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഗീതാ ഗോപി എം.എൽ.എ സഭയിൽ വീണു. ജമീല പ്രകാശത്തിനും ലതികയ്ക്കും നേരെ ഭരണപക്ഷ എം.എൽ.എമാരുടെ കയ്യേറ്റമുണ്ടായി എന്നാണ് ഇപ്പോൾ പരാതി. ശിവൻകുട്ടി എം.എൽ.എക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. സംഘർഷം അയയുന്നില്ല ഇപ്പോഴും നിയമസഭയ്ക്കുള്ളിൽ. ഈ സംഘർഷത്തിനിടയിൽ, പ്രതിഷേധത്തിനിടയിൽ
സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നീക്കങ്ങൾക്കിടയിൽ കെ എം മാണി ഏതാണ്ട് 5 മിനിറ്റോളം ബജറ്റിന്റെ ആമുഖം വായിക്കുകയും സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. ഭരണപക്ഷത്തിന് 13-ാം തീയതി തന്നെ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചു എന്ന് അവകാശപ്പെടാം. പക്ഷേ നിയമസഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. സ്പീക്കറുടെ വേദിയിൽ കയറി അദ്ദേഹത്തിന്റെ കസേര വലിച്ച് താഴേക്കിട്ടു. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു. പക്ഷേ സ്പീക്കർ ബജറ്റ് അവതരണത്തിനുള്ള അനുമതി നൽകി. കെ എം മാണി ഒരു ലേപ്പൽ മൈക്ക് ശരീരത്തിൽ തന്നെ വെച്ചുകൊണ്ടാണ് സഭയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സമില്ലാതെ തുടക്കത്തിൽ നടന്നു. സഭയിൽ ലഡു വിതരണവും നടത്തി പ്രതിപക്ഷം. ഗുരുതരമായ ആരോപണം ഇപ്പോൾ വനിതാ MLA-മാർക്ക് നേരെയുള്ള കയ്യേറ്റമാണ്. ഗീതാ ഗോപി MLA നിയമസഭയിൽ വീണു. ജമീല പ്രകാശത്തിനും ലതിക MLA-ക്കും നേരെ കയ്യേറ്റം നടന്നുവെന്നാണ് ഇപ്പോൾ പരാതി. നിയമസഭയ്ക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോഴും കാണുന്നത്. വച്ചാൻപാട് ഒരു മതിൽ തീർത്തത് കൊണ്ട് പ്രതിപക്ഷത്തിന് കെ എം മാണിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനായില്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരാനായില്ല. നിയമസഭയ്ക്കുള്ളിൽ കലാപം തന്നെയായിരുന്നു. സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞു. സ്പീക്കറുടെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു. സ്പീക്കറെ നിയമസഭയിലെത്തുന്നത് തടഞ്ഞു. കെ എം മാണിയെ 2 തവണ തടഞ്ഞെങ്കിലും പിന്നിലെ വാതിലിലൂടെ